ബഹുമാനപ്പെട്ട സയ്യിദ് നബി മാലിക്കി തങ്ങളുടെ അബ്വാബുൽ ഫർജ് എന്ന കിതാബ്. എന്താ പരിഹാരം? ഇങ്ങനത്തെ സാഹചര്യമൊക്കെ ഏത് നാട്ടിലും ഉണ്ടാകാം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കി അൽ ഹുസൈനി, ബഹുമാനപ്പെട്ട ഹസനി, കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് അവർ വഫാത്തായത്. വലിയ മഹാനായിരുന്നു അവർ. അലി മുഹമ്മദ് ബിൻ അലവി മാലിക്കി തങ്ങൾ കേട്ടിട്ടില്ലേ? അവരെ കിതാബാണിത്, അബ്വാബുൽ ഫർജ്. അവർ ഇത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നതിന് ചില ഉത്തരങ്ങൾ വരുന്നതാണ്. എന്താണ് നമ്മൾ എന്തും വ്യക്തിപരമാവട്ടെ, സാമൂഹികമാകട്ടെ, പ്രാപഞ്ചികമാകട്ടെ പ്രശ്നങ്ങൾ അധികരിക്കുമ്പോൾ എന്താ പരിഹാരം? അബ്വാബുൽ ഫർജ്, നമ്മൾക്ക് എക്സിറ്റ് തുറക്കണം. ഒരു എക്സിറ്റിൻ്റെ എക്സിറ്റ് അവിടെ തുറക്കണം. ഏതെന്താ? അത് ദുആയ. അവിടെ ഒന്ന് രണ്ട് ആയത്തുകൾ അവർ കൊടുക്കുന്നുണ്ട്. ഞാൻ ആയത്ത് ആദ്യം ഒന്ന് കേൾപ്പിക്കാം. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅ വയക്ശിഫു السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون أمن يهديكم في ظلمات البر والبحر ومن يرسل الرياح بشرا بين يدي رحمته أإله مع الله تعالى الله عما يشركون. നംൽ അധ്യായത്തിൻ്റെ 62, 63 ആയത്തുകൾ. എന്താ പറയുന്നത്? ഇത് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. ഒരു പ്രതിസന്ധി എപ്പോഴും വരും. ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചൊരു പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ മാലിക് റഹ്മത്തുള്ള. കഴിഞ്ഞ 8-10 കൊല്ലം മുമ്പാണ് അവർ വഫാത്തായത്. മനസ്സിലായില്ലേ? അതോ 2000 തൊട്ടാണോന്നുണ്ട്. ഏതായാലും അടുത്ത കാലത്ത് ഒരു വഫാത്തായത് റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലാവണം. അദ്ദേഹത്തിൻ്റെ ദർസിൽ പോയ അനവധി പണ്ഡിതന്മാർ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദർസുണ്ടായിരുന്നു മരണം വരെ. അവർക്ക് ഒരുപാട് കിതാബുകളുണ്ട്. അതിൽപ്പെട്ട കിതാബാണ് അബ്വാബുൽ ഫർജ്. അവർ പറയാം പ്രതിസന്ധികൾ വരും. പ്രതിസന്ധികളെ പരിഹരിക്കാൻ ഒരു വഴി നമ്മളെ മുന്നിലില്ല. എന്തല്ലാതെ? ദുആയല്ലാതെ. അല്ലാഹുക്കല്ലാതെ പരിഹരിക്കാൻ കഴിയും. അവിടെ ഈ ആയത്താണ് കിതാബിൻ്റെ ഈ തുടക്കത്തിന് കിതാബിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്ന ബാബു ദുആ, അബ്വാബുൽ ഫർജ്. അതായത് ബുദ്ധിമുട്ടുകൾ വന്ന് കൂടിക്കഴിഞ്ഞാൽ ഇനി എന്താ പരിഹാരം? വാതിലുറക്കണം. വാതിലുറക്കാനുള്ള ഒന്നാമത്തെ വാതിൽ എന്തെന്നെയാ? ദുആ. തുടക്കത്തിൽ അവർ കൊടുക്കുന്ന ആയത്ത് ഒരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയിൽ ഉത്തരം നൽകുന്നവൻ ആരാണ്? ഇതാ ദഅാഹു, അവനോട് ദുആ ചെയ്താണ്. പ്രതിസന്ധിയാണ്. ചൂട് കൂടിയതൊരു പ്രതിസന്ധിയാണ്. തണുപ്പ് കൂടുന്നൊരു പ്രതിസന്ധിയാണ്. ഇതൊരു സാമൂഹിക പ്രതിസന്ധിയാണ്, ഒരു പ്രാപഞ്ചിക പ്രതിസന്ധിയാണ്. അല്ലേ? പറയാല്ലേ? ആ പ്രതിസന്ധിയിൽ എന്താ ചെയ്യാനുള്ളത്? എന്തേ നിരീശ്വരവാദിക്ക് എന്താ ചെയ്യാനുള്ളത്? അനുഭവിക്കുക. മുസ്ലിമിന് അങ്ങനെയല്ല. മുസ്ലിമിന് ഒരുപാട് കാര്യം ചെയ്യാണ്ട്. ഒന്ന് ദുആ ചെയ്യാൻ തന്നെ. ആ ദുആ ചെയ്താൽ അല്ലാഹു തആല ടെമ്പറേച്ചർ മാറ്റി കൊടുക്കും. ചിലപ്പോൾ ടെമ്പറേച്ചർ മാറ്റി കൊടുക്കാം, ചിലപ്പോൾ സഹിക്കാവുന്ന സാഹചര്യത്തിലേക്ക് തന്നെ എത്തിക്കാം. മനസ്സിലാണ്ട് പറഞ്ഞത്? അതിനെങ്ങനെയെന്ന് ചോദിക്കേണ്ടതില്ല. അള്ളാഹുവിന് നമ്മൾ എൻജിനീയർ ആവണ്ട. അതായത് ഗുഹയിൽ അകപ്പെട്ടപ്പോൾ ഗുഹയിൽ അകപ്പെട്ട 3 ആളുകൾ എന്ത് ചെയ്തു? ദുആ ചെയ്തു. ഫിസിക്കലായി എൻജിനീയറിംഗിലായിട്ടാണെങ്കിൽ അവർക്ക് ആ മാളത്തിന് രക്ഷപ്പെടാൻ വഴിയില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? ദുആ ചെയ്താൽ പിന്നെ ഫിസിക്കലി കാരണമല്ല ഉണ്ടാവുക. അതായത് ഈ 3 ആളുകൾ തള്ളിയിട്ട്, അതായത് ഗുഹയിൽ കയറിയപ്പോൾ മഴ പെയ്തിട്ട് മുഖം ഒരു പാറക്കല്ല് വന്ന് അടഞ്ഞുപോയി. അങ്ങനെ പാറക്കല്ല് അടഞ്ഞാൽ പിന്നെ ഇവർ പലവട്ടം തള്ളിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ ചില സാധനം. നമ്മൾ രണ്ടാൾ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് അലമാര ഇളക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ തന്നെ വെക്കും. എന്താ പറയുക? മറ്റന്നാ പണിക്കാരുണ്ട്, അവരെയും കൂട്ടാം. ഇവിടെ ഇനി ഒരു സാഹചര്യമില്ല. ഇവര് ഗുഹയിൽ എത്രയുള്ളത്? 3 ആള്. അവിടെ ഇനി ഫിസിക്കലി കാരണമല്ല, മരിച്ചുപോലല്ലാതെ. അപ്പോൾ അള്ളാഹ്, ഇത് ബുഖാരിയുടെ തുടക്കത്തിലുണ്ട് ഈ സംഭവം. ഹബീബ റസൂൽ പറയുക, മനസ്സിലായില്ലേ? അവിടെ എന്താ പിന്നെ അവർ ചെയ്തത്? ഇത്തരം പ്രശ്നം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ദുആ ചെയ്താൽ പിന്നെ ഫിസിക്കലി കാരണം നമ്മൾ കാണൂല, കാരണം ഉണ്ടാക്കും. ആര്? അല്ലാഹു. ഒരാൾ ദുആ ചെയ്തപ്പോൾ 3 ഭാഗം നീങ്ങി. രണ്ടാമത്തെ ആൾ ദുആ ചെയ്താൽ വീണ്ടും 3 ഭാഗം നീങ്ങി. മൂന്നാമത്തെ ആൾ ദുആ ചെയ്തപ്പോൾ പുറത്തേക്ക് പോന്നു.
ഒരു 3 ആൾ പുറത്തു വന്നു. എന്താ കാരണം? സ്പിരിച്വലി കാരണം, ഫിസിക്കലി കാരണമല്ല. ഫിസിക്കലി അതിന് എന്തില്ല, കാരണം കണ്ടെത്താൻ കഴിയില്ല. എങ്ങനെ അങ്ങനെയായി? അല്ലാഹു അഅലം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മാളികയുടെ മുകളിൽ നിന്ന്, കോവണിയുടെ മുകളിൽ നിന്ന് മോള് ചെറിയ കുട്ടി അങ്ങോട്ട് വീണു. വീണൊരു മുകളിൽ നിന്നോ താഴ്ന്നോ ബാപ്പ ഉമ്മ കാണും. അല്ലാ റബ്ബേ എൻ്റെ കുട്ടീനാണ്. ഈ 14-28 ഈ കോണിപ്പടി കറങ്ങി 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 കുട്ടി അങ്ങോട്ട് വീണു, തല അടിച്ചു, ഇപ്പം മരിച്ചു വിചാരിച്ചു. അവിടുന്ന് എണീറ്റൊരു കുട്ടി ചിരിച്ചോണ്ട് ഓടി. ഫിസിക്കലി അതിന് കാരണമില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അവിടെ റബ്ബേ എൻ്റെ കുട്ടി റബ്ബേ, ഇവിടെ കാരണം ആരുണ്ടാക്കും? അല്ലാ. അവിടെ കൈ വെച്ചിട്ടുണ്ടോ മലായിക്കത്ത്? ആരെ നമ്മൾ കാണൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? അവരെ കാണൂല, അവരവിടെ ഉണ്ടാവും. ഒന്നും നടന്നിട്ടില്ല. കുട്ടിക്കൊരു തമാശ, എന്താ പറയുക, പിന്നെ ഉരുളാൻ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, എന്താ പറയാ, എറണാകുളത്തോ ഇവിടെയൊക്കെ, അങ്ങനെ അതുപോലത്തെ ഏതോ ഒരു ലാൻഡിൽ പോയി ഉരുളുന്ന സുഖം കിട്ടും കുട്ടികൾക്ക്. ഇവിടേക്കൊന്നും പറ്റിയില്ല. ഇവിടെ ഫിസിക്കലി കാരണമില്ല. അപ്പം അതാണ് പ്രതിസന്ധിയിൽ അകപ്പെട്ടവന് പരിഹാരം കൊടുക്കും. എപ്പോൾ? ഇദാ ദഅഹു, അവനോട് ദുആ ചെയ്താൽ കൊടുക്കും. മനസ്സിലായി? ഒരു വിഷമസന്ധിയെ അവൻ പരിഹരിക്കും. അള്ളാഹുവിൻ്റെ ഒരു പേര് കാശിഫുൽ ബലാ എന്നാണ്. ഏത് വിഷമസന്ധിയും, ചീത്തയായ അവസ്ഥ, മനസ്സിലായില്ലേ? ഒരു വിഷമസന്ധി, ഒരു വിഷമകരമായ സാഹചര്യം, വിഷമാണ്. ചൂട് കൂടിയാൽ ഒരു വിഷമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? പരിഹാരം ഉണ്ടാക്കും. ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. അല്ലാഹു അല്ലാത്തൊരു ഇലാഹു ഇല്ല. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും കഴിയും. ഒരാൾക്ക് കഴിയില്ല. ആർക്ക് കഴിയുമെന്ന് വിചാരിച്ചാലും അവൻ വിഡ്ഢിയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആർക്കും കഴിയില്ല. അമ്മൻ യഹ്ദീകും ഫീ ളുലുമാതിൽ ബർരി വൽ ബഹർ ومن يرسل الرياح بشرا بين يدي رحمته أإله مع الله تعالى الله عما يشركون. أما يهديكم في ظلمات البر والبحر, കരയിലെയും കടലിൻ്റെയും ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വഴി കാണിച്ചത് ആരാണ്? അല്ലാഹു അല്ലാതെ. ഒമൻ യുർസിലു റിയാഹ, കാറ്റുകളെ അയക്കുന്നവൻ ആരാണ്? ബുഷ്റൻ, ഒരു സന്തോഷ വാർത്തയായിട്ട്, ബൈന യദൈ റഹ്മത്തി, മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പായി സന്തോഷ വാർത്തയായി കാറ്റിനെ അയക്കുന്നവൻ ആര് മാത്രം? അല്ലാ. കാറ്റിങ്ങനെ വരും, ഇല്ല പ്രയാസം ഇല്ല. അറിയോ? അമ്മൻ യുജീബുൽ മുൽതറ അമ്മൻ യഹ്ദീകും ഫി ളുലുമാതിൽ ബർരി വൽ ബഹർ ومن يرسل الرياح بشرا بين يدي رحمته أإله مع الله تعالى الله عما يشركون. 2-4 ഹദീസ് കേട്ടോളൂ, നമുക്ക് പിരിയാം. ഈ വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾ ബോധ്യപ്പെടുത്തൽ മാത്രമാണ് എൻ്റെ ഈ ഗവേഷണത്തിൻ്റെ ലക്ഷ്യം. അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് റബ്ബിൻ്റെ സഹായത്താൽ. നീ കേട്ടോളൂ. മുത്തു മുഹമ്മദ് മുസ്തഫ, ദുആയിൽ നിങ്ങൾ അശക്തി കാണിക്കരുത്. അതിനാവൂല എന്ന് പറയുന്നത് എന്തിന്? ദുആക്ക് നിങ്ങൾ കഴിയില്ല എന്ന് വിചാരിക്കരുത്. ഫഇന്നഹു ലൻ യഹ്ലിക മഅ ദുആ അഹദുൻ, ദുആയോടുകൂടെ ഒരു ജനതയും നശിച്ചു പോയിട്ടില്ല. യാ സുബ്ഹാനല്ലാഹ്. ഇബ്നു ഹിബ്ബാനും ഹാക്കിമും തൻ്റെ സ്വഹീഹുകളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ തഅ്ജസു ഫി ദുആ, ദുആയിൽ നിങ്ങൾ അശക്തി കാണിക്കരുത്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ദുആ. ഞങ്ങളോട് തന്നെ പറഞ്ഞു തന്നു, റമളാൻ മാസത്തിൽ അമലൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്. എന്ത് ചെയ്താ? ഒരാൾക്ക് ഇന്ന് നോമ്പ് വെച്ചിട്ടില്ല, എന്നാലും എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. നോമ്പ് വെച്ചിട്ടില്ല, നോമ്പ് നിൽക്കണം ആ ദിവസം മാത്രമേ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തൊരു കൗമാണ്! ഇന്ന് നോമ്പ് വെച്ചിട്ടില്ല എന്ന് സങ്കല്പിക്കുക. എന്നാൽ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറഞ്ഞൂടെ?
ഒന്ന് പറയും മനുഷ്യന്മാരോട്. ആ പറയാലോ.